നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. എന്താണ് GST അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത്? നിങ്ങളിപ്പോൾ ഒരു കടയിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് ഒരു ബില്ല് തരുമ്പോൾ നമ്മുടെ ഫുഡിന് ഇത്ര രൂപ പറഞ്ഞിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് അതിന്റെ താഴെ GST ഇത്ര രൂപ, എന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ചതിന്റെ amount പ്ലസ് ഈ GST കൂടി ചേർത്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ബില്ല് അടയ്ക്കുന്നുണ്ടാവുക. ആക്ച്വലി എന്താണ് ഈ GST? GST എന്നത് ഉപഭോക്താക്കന്മേലുള്ള ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. നിർമ്മാണം മുതൽ അന്തിമ ഉപഭോഗം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ഈ GST ചുമത്തുന്നുണ്ട്. മൂല്യവർദ്ധനവിൽ മാത്രമേ ഓരോ ഘട്ടത്തിലും നികുതി അല്ലെങ്കിൽ ഈ GST ചുമത്താറുള്ളൂ. ഈ ടാക്സ് ബേർഡൻ ലാസ്റ്റ് ആരായിരിക്കും ഫുള്ളി ബിയർ ചെയ്യുന്നുണ്ടാവുക? അന്തിമ ഉപഭോക്താവ്. അതായത് അവസാനം ആ ഒരു പ്രൊഡക്റ്റ് ആരാണോ വാങ്ങിക്കുന്നത് അവരായിരിക്കും ആ GST മൊത്തം കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ എന്താണ് GST? GST എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ്. അതാണ് അവിടെ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. എന്താണ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് എന്നുള്ളത് ഞാൻ കുറച്ചും കൂടി ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് പറഞ്ഞുതരാം. അപ്പൊ GST എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ഓൺ കൺസപ്ഷൻ levied at all stages from manufacturing to final consumption. മാനുഫാക്ചറിങ് തൊട്ടിട്ട് കൺസംഷൻ വരെയുള്ള ഓരോ സ്റ്റേജിലും ഈ GST നമ്മൾ അല്ലെങ്കിൽ ഗവൺമെന്റ് ചുമത്തുന്നുണ്ട്. അതിന്റെ ലാസ്റ്റ് ബേർഡൻ ആരാണ് വഹിക്കുന്നത്? എൻഡ് കസ്റ്റമർ ആയിരിക്കും വഹിക്കുന്നുണ്ടാവുക. ഇപ്പൊ നമ്മളൊരു ബിസിനസ് കേരളത്തിൽ നടത്തുകയാണെന്ന് വെക്കുക. അപ്പോൾ അത് അവര് കേരളത്തിന്റെ അകത്ത് തന്നെയാണ് സെയിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ GST കളക്ട് ചെയ്യുമ്പോൾ CGST ആയിട്ടും SGST ആയിട്ടും കളക്ട് ചെയ്യും. എന്താണ് CGST, എന്താണ് SGST? CGST എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഈ CGST ആയിട്ട് കളക്ട് ചെയ്യുന്ന എമൗണ്ട് നമ്മൾ ആർക്കാണ് അടയ്ക്കുക? സെൻട്രൽ ഗവൺമെന്റിനാണ് അടയ്ക്കുക. SGST എന്ന് പറഞ്ഞാലോ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഈ SGST ആയിട്ട് കളക്ട് ചെയ്യുന്ന ടാക്സ് നമ്മൾ ആർക്കാ അടയ്ക്കുക? സെൻട്രൽ ഗവൺമെന്റിനാണ് അടയ്ക്കുക. ഓക്കെ, അപ്പൊ കേരളത്തിന്റെ അകത്ത് നമ്മൾ സെയിൽ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ സപ്പോസ് ഒരു പ്രൊഡക്റ്റ് 100 rupees ആണ്, അതിന് GST 10% വാങ്ങിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ അകത്താണെങ്കിൽ 10% ആണ് GST നമ്മൾ കളക്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതിലെ 5% നമ്മൾ സെൻട്രൽ ഗവൺമെന്റിനും പോവും, 5% സ്റ്റേറ്റ് ഗവൺമെന്റിനും പോവും. അപ്പൊ ഈക്വൽ ആയിട്ടാണ് അവര് ഷെയർ ചെയ്തെടുക്കുന്നത്. ഇന്നിപ്പോ കേരളത്തിൽ ബിസിനസ് നടത്തുന്ന ഒരാള് കർണാടകയിലോ അല്ലെങ്കിൽ ജമ്മു കാശ്മീരിലോ വേറെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റില് ഉള്ള ആളുകൾക്ക് സെയിൽ ചെയ്തു, ഒരു പ്രൊഡക്റ്റോ സർവീസോ എന്തെങ്കിലും സെയിൽ ചെയ്തു എന്നുണ്ടെങ്കിൽ അതിൽ GST നമ്മൾ കളക്ട് ചെയ്യുന്നത് IGST പറഞ്ഞിട്ടായിരിക്കും കളക്ട് ചെയ്യുന്നുണ്ടാവുക. എന്ത് പറഞ്ഞിട്ടായിരിക്കും? IGST, ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് പറഞ്ഞിട്ട്. ഫോർ ഇൻഡസ്ട്രി ട്രാൻസാക്ഷൻസ് ഡിവൈഡഡ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പൊ IGST ആയിട്ട് കളക്ട് ചെയ്യുന്ന എമൗണ്ട് ഈക്വൽ ആയിട്ട് സെൻട്രൽ ഗവൺമെന്റും ഏത് ഡെസ്റ്റിനേഷനിലാണോ ആ പ്രൊഡക്റ്റ് സെയിൽ ചെയ്ത് അവിടുത്തെ ഗവൺമെന്റും, സെൻട്രൽ ഗവൺമെന്റും ഏത് ഡെസ്റ്റിനേഷനുള്ള സ്റ്റേറ്റ് ഗവൺമെന്റ് ആണോ ആ ഗവൺമെന്റും തമ്മിൽ ഷെയർ ചെയ്തെടുക്കും. നമ്മൾ GST പറഞ്ഞ് കളക്ട് ചെയ്യുന്ന എമൗണ്ട് എല്ലാം ആർക്ക് അടയ്ക്കണം? ഗവൺമെന്റിന് അടയ്ക്കണം. GST കളക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും GST ഗവൺമെന്റിന് അടയ്ക്കുകയും വേണം. ഇനി ആർക്കൊക്കെ GST രജിസ്ട്രേഷൻ എടുക്കണം? എല്ലാവർക്കും GST രജിസ്ട്രേഷൻ നടത്തണം. നമ്മളിപ്പോ ഒരു ബിസിനസ് നടത്തുകയാണ്. ബിസിനസ് ഗുഡ്സ് ആയിട്ട് ചെയ്യാം അല്ലെങ്കിൽ സർവീസ് ആയിട്ട് ചെയ്യാം. എന്താണ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ? ചരക്ക്. അതായത് ഇപ്പോ നമ്മൾ പച്ചക്കറി കടയിൽ പോയിട്ട് പച്ചക്കറികൾ വാങ്ങിക്കുകയാണ് വെക്കാം. അത് സർവീസ് ആണോ അവർ സെയിൽ ചെയ്യുന്നത്, അതേ ഗുഡ്സ് ആണോ സെയിൽ ചെയ്യുന്നത്? അവർ സെയിൽ ചെയ്യുന്നത് ഗുഡ്സ് ആണ്. സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു, സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നു, അവരവിടെ എന്താ സെയിൽ ചെയ്യുന്നത്? ഗുഡ്സ് ആണ് സെയിൽ ചെയ്യുന്നത്. ഇനിയിപ്പോ നമ്മളിപ്പോ ഒരു എഞ്ചിനീയറുടെ അടുത്ത് പോയിട്ട് നമ്മുടെ വീട് പണിയാനായിട്ട് ഒരു ഡ്രോയിങ് വരച്ചു തരണം പറയണം. അപ്പൊ അവർ ആ ഡ്രോയിങ് വരച്ചു തരുന്നത് നമുക്ക് തരുന്ന ഒരു സർവീസ് ആണ്. ടീച്ചിങ് അത് നമുക്ക് തരുന്ന ഒരു സർവീസ് ആണ്. അപ്പൊ ഈ ബിസിനസ് നടത്തുന്ന ആള് ഗുഡ്സ് ആണ് വിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ ടേൺ ഓവർ 40 lakhs കൂടുതൽ പോവുകയാണെങ്കിൽ മാത്രമാണ് എന്തെടുക്കേണ്ടത്? GST രജിസ്ട്രേഷൻ എടുക്കുന്നത്. ഇനിയിപ്പോ അവർ സർവീസ് ആണ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ അവരെപ്പോഴാണ് GST രജിസ്ട്രേഷൻ എടുക്കേണ്ടത്? അവരുടെ ടേൺ ഓവർ 20 lakhsന്റെ മുകളിൽ പോകുമ്പോഴാണ് GST രജിസ്ട്രേഷൻ എടുക്കേണ്ടത്.
ഇനി നമുക്ക് GST ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. അനു who runs a small banana chips factory in Thrissur, Kerala. അനു ഒരു ബനാന ചിപ്സ് ഫാക്ടറി തൃശ്ശൂർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് റോ മെറ്റീരിയൽസ് അനു പർച്ചേസ് ചെയ്യണം. അനു ബൈസ് റോ ബനാനാസ് ആൻഡ് ഓയിൽ from local suppliers in Kerala. She pays ₹10 as GST on this. അപ്പോൾ ഈ ചിപ്സ് ഉണ്ടാക്കാനായിട്ട് പച്ച വാഴയ്ക്കും അതേപോലെ ഓയിലും ഒക്കെ ലോക്കൽ ആയിട്ടുള്ള ഒരു മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുകയാണ്. അപ്പൊ അത് വാങ്ങിച്ചപ്പോൾ ₹10 GST ആയിട്ട് അവള് അഡീഷണൽ പേ ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞ് അതിന്റെ സെക്കൻഡ് സ്റ്റെപ്പ്, ഇപ്പൊ നമുക്ക് ബനാന വാങ്ങിക്കാനുള്ള റോ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പായിട്ട് manufacturing and selling to wholesaler. Anu makes tasty banana chips and sell them to the wholesaler in Ernakulam. She charges ₹30 GST on the sale. Okay, അങ്ങനെ അനു റോ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിച്ച് അതിനെ ചിപ്സ് ആക്കി മാറ്റി എന്നിട്ട് അതിനെ എറണാകുളത്തുള്ള ഒരു ഹോൾസെയിലർക്ക് വിറ്റപ്പോ എത്ര രൂപ GST കളക്ട് ചെയ്തു? ₹30 GST കളക്ട് ചെയ്തു. Okay, അപ്പോൾ since Anu already paid ₹10 GST while buying raw material, she gets the credit and only has to pay ₹20 more to the government. Anu ഈ റോ ബനാനാസ് വാങ്ങിക്കുമ്പോൾ ഓൾറെഡി ₹10 GST അടച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? എന്നിട്ട് ഇപ്പോ അവള് സെയിൽ ചെയ്തപ്പോ അനു കളക്ട് ചെയ്ത GST എന്ന് പറയുന്നത് എത്രയാണ്? ₹30 ആണ്. അപ്പൊ ഈ ₹30 ₹10 ഓൾറെഡി അവൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തപ്പോ GST കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ ഇന്നിപ്പോ അനു എത്ര രൂപ വേണം ഗവൺമെന്റിന് അടയ്ക്കാനായിട്ട്? ₹30 കളക്ട് ചെയ്തതില് 10 ഓൾറെഡി പേ ചെയ്ത ആ ₹10 ഇതെന്ന് ലെസ് ചെയ്തിട്ട് ബാക്കിയുള്ള ₹20 മാത്രം GST ആയിട്ട് അനു ഗവൺമെന്റിന് അടച്ചാൽ മതി. ഓക്കെ, ഇനി സ്റ്റെപ്പ് 3. ഇതിപ്പോ ഹോൾസെയിലറുടെ കയ്യിൽ ഈ ബനാന ചിപ്സ് കിട്ടിയിട്ടുണ്ട്. സ്റ്റെപ്പ് 3 wholesaler to retailer. The wholesaler now sells the chips to the retailer in Thiruvananthapuram and charges ₹50 as GST. അപ്പോ അനു ഹോൾസെയിലർക്ക് കൊടുത്തു. ഹോൾസെയിലർ തിരുവനന്തപുരത്തുള്ള ഒരു റീറ്റെയിലർക്ക് ഈ സാധനം ബനാന ചിപ്സ് വിൽക്കുകയാണ്. വിറ്റപ്പോ അയാൾ എത്ര രൂപ GST ചാർജ് ചെയ്തു? ₹50 GST ചാർജ് ചെയ്തു. ഈ ഹോൾസെയിലർ, എറണാകുളത്തുള്ള ഹോൾസെയിലർ അനുവിന് എത്ര രൂപ GST ആയി കൊടുത്തിട്ടുണ്ടായിരുന്നു? ₹30 ആയിരുന്നു അനുവിന് കൊടുത്തിട്ടുണ്ടായിരുന്ന GST. അപ്പൊ ആ കൊടുത്ത GST ഇയാൾക്ക് കിട്ടിയ ക്രെഡിറ്റ് ആണ് അല്ലെ? അയാൾക്ക് കിട്ടിയ ക്രെഡിറ്റ് ആണ്. അപ്പൊ ₹50 അയാൾ കളക്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ₹30 ഓൾറെഡി അനുവിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് അവരുടെ ക്രെഡിറ്റ് ആണ്. അപ്പൊ ഗവൺമെന്റിന് ബാക്കി എത്ര രൂപ അടയ്ക്കണം? ഈ 50 കളക്ട് ചെയ്തതിൽ നിന്നും ഓൾറെഡി അടച്ച 30 ലെസ് ചെയ്തിട്ട് ബാക്കി ₹20 മാത്രം എറണാകുളത്തുള്ള ഹോൾസെയിലർക്ക് ഗവൺമെന്റിന് GST അടച്ചാൽ മതി. ഓക്കെ, ഇനി സ്റ്റെപ്പ് 4. ഈ റീറ്റെയിലർ, തിരുവനന്തപുരത്തുള്ള ഈ റീറ്റെയിലർ എൻഡ് കസ്റ്റമേഴ്സിന് ഈ ചിപ്സ് വിൽക്കുകയാണ്. ഫൈനലി ദ റീറ്റെയിലർ സെൽസ് ദ ചിപ്സ് ടു ദ കസ്റ്റമർ, മേ ബി ടു യു. നിങ്ങൾക്ക് ആ ഒരു ചിപ്സ് വിൽക്കുകയാണ്. അങ്ങനെ വിൽക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് GST ആയിട്ട് എത്ര രൂപ ചാർജ് ചെയ്തു? ₹70 ചാർജ് ചെയ്തു അല്ലെ? ഇപ്പോ ഈ തിരുവനന്തപുരത്തുള്ള റീറ്റെയിലർക്ക് എത്ര രൂപയുടെ ക്രെഡിറ്റ് ഉണ്ട്? അയാൾ എത്ര രൂപയാണ് GST ആയിട്ട് എറണാകുളത്തുള്ള ആൾക്ക് കൊടുത്തത്? ₹50 ആണ് കൊടുത്തത് അല്ലെ? അപ്പൊ ആ ₹50 ആണ് അയാളുടെ ക്രെഡിറ്റ്. അപ്പൊ ഗവൺമെന്റിന് ബാക്കി എത്ര രൂപ അടയ്ക്കണം? ഈ ₹70 അയാൾ ഓൾറെഡി പേ ചെയ്ത ₹50 ലെസ് ചെയ്തിട്ട് ബാക്കി ₹20 മാത്രം ഗവൺമെന്റിന് GST ആയിട്ട് ഈ റീറ്റെയിലർ അടച്ചാൽ മതി. ഓക്കെ, ലാസ്റ്റ് മൊത്തം ഈ ₹70 GSTയും ആരാണ് അടയ്ക്കുന്നത്? ക്രെഡിറ്റോ ഒന്നും കിട്ടാണ്ട് ഈ ₹70 മൊത്തം GST, ആ GST ബേർഡൻ മൊത്തമായിട്ട് ആരാ അടയ്ക്കണത്? ദ എൻഡ് കസ്റ്റമർ. നിങ്ങളാണ് വാങ്ങിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫൈനൽ കസ്റ്റമർ ആണ് ഈ ₹70 മുഴുവനും അടയ്ക്കുന്നത്. അപ്പൊ ഈ GST ഫൈനലി ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് എന്ന് പറയുന്നത് എൻഡ് കസ്റ്റമർ എവിടെ നിന്നാണോ ആ സാധനം വാങ്ങിക്കുന്നത് ആ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ആ സ്ഥലത്തുള്ള ഗവൺമെന്റിനായിരിക്കും ഈ GST കിട്ടുന്നുണ്ടാവുക അല്ലെ? സ്റ്റേറ്റ് ഗവൺമെന്റിനും ഹാഫ് കിട്ടും, സെൻട്രൽ ഗവൺമെന്റിനും ഹാഫ് GST ആയിട്ട് കിട്ടും. അപ്പൊ ഇതാണ് ആ GSTയുടെ
ഒരു വേ, അല്ലെങ്കിൽ എങ്ങനെയാണ് GST കളക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് പേ ചെയ്യുന്നത്, എങ്ങനെയാണ് നമുക്ക് GSTയിലെ ക്രെഡിറ്റ് കിട്ടുന്നത് എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. ഇനി GSTയുടെ അഡ്വാൻറ്റേജസ് ഓഫ് GST എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തേത് അബോളിഷൻ ഓഫ് മൾട്ടിപ്പിൾ ടാക്സസ്. പണ്ട് എന്ന് പറഞ്ഞാൽ കുറെ അധികം ടാക്സസ് ഉണ്ടായിരുന്നു. സർവീസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, വാറ്റ്, എൻട്രി ടാക്സ്, ലക്ഷറി ടാക്സ്, അങ്ങനെ ഒത്തിരി അധികം ഇൻഡയറക്ട് ടാക്സസ് ഉണ്ടായിരുന്നു. GST ഒരു ഇൻഡയറക്ട് ടാക്സ് ആണ്. അപ്പൊ പണ്ട് ഈ പറഞ്ഞ പോലെ ഒത്തിരി ഇൻഡയറക്ട് ടാക്സസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒറ്റ ടാക്സ് ആക്കിയതാണ് എന്ത് GST എന്ന് പറയുന്നത്. അപ്പോ ആദ്യത്തെ എക്സാമ്പിളിൽ എന്താണ് പറയുന്നത്, ആദ്യത്തെ അഡ്വാൻറ്റേജ് ആയിട്ട് എന്താണ് പറയുന്നത്, അബോളിഷൻ ഓഫ് മൾട്ടിപ്പിൾ ടാക്സ്. ഒരുപാട് മൾട്ടിപ്പിൾ ടാക്സ് ഉണ്ടായതിനെല്ലാം മാറ്റിയിട്ട് ഒറ്റ ടാക്സ് ആക്കി. അതാണ് എന്ത് GST. ഒന്നിലധികം ടാക്സുകൾ നിർത്തലാക്കിയിട്ടാണ് നമ്മൾ ഗവൺമെന്റ് GST എന്നുള്ളത് നിലവിൽ കൊണ്ടുവന്നത്. അടുത്തത് വരുമാനം വർദ്ധിപ്പിക്കുക, ഭരണപരമായ ചിലവുകൾ കുറയ്ക്കുക എന്നുള്ളതൊക്കെ GST കൊണ്ടുവന്നതിലൂടെ ഗവൺമെന്റിന് സാധിച്ചു. അതാണ് ഇൻക്രീസ് റവന്യൂ, റെഡ്യൂസ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ വോളണ്ടറി കംപ്ലയൻസ്, കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നികുതി അടയ്ക്കുന്ന ആൾക്കാർ വോളണ്ടറി ആയിട്ട് വന്നിട്ട് ടാക്സ് അടയ്ക്കാനായിട്ട് തുടങ്ങി GST വന്നതിലൂടെ. അതേപോലെ തന്നെ ടാക്സിന്റെ കാസ്കാഡിംഗ് എഫക്റ്റ് GST വന്നതിലൂടെ ഇല്ലാതെ ആയി. അടുത്തത് ഉൽപാദന വിതരണ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തും. മാനുഫാക്ചറിങ്ങും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ കുറച്ചും കൂടി മെച്ചപ്പെട്ടു വന്നു എന്ത് GST വന്നതിലൂടെ. അടുത്തത് സാമ്പത്തിക കാര്യക്ഷമതയും അതേപോലെ ദീർഘകാല വളർച്ചയും പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ളതാണ് എന്ത് GST വന്നപ്പോൾ ഉണ്ടായത്. ഇറ്റ് പ്രൊമോട്ട്സ് എക്കണോമിക് എഫിഷ്യൻസി ആൻഡ് ലോങ് ടേം ഗ്രോത്ത്. പിന്നെ അന്താരാഷ്ട്ര വിപണികളിൽ മത്സരക്ഷമത വർദ്ധിപ്പിക്കാനായിട്ടും GST വന്നപ്പോൾ ഗവൺമെന്റിന് സാധിച്ചു. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് GSTയുടെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്.